പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും
പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിലെ ജനങ്ങളുടെ ക്രിസ്തു ആരാണെന്നുള്ളതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആദ്യം നമ്മൾ ചോദിച്ചത് ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവരെ അനുസരിക്കുന്നില്ല. അപ്പം ഇരുട്ട് കടലിലേക്ക് തള്ളിവിടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് കർത്താവ് തന്നെ ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെ പറഞ്ഞത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അത് ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹം, പിന്നെ അഭിഷേകം, പിന്നെ അധികാരമായിട്ട് ആത്മീയ വളർച്ച പൂർണ്ണമാക്കുന്നത് നമ്മൾ കണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഇതിനെല്ലാത്തിൻ്റെ ഒരു താക്കോലുണ്ട്. ഈ പടിപടിയായിട്ട് വളരുന്നുണ്ടല്ലോ, ക്രിസ്തുവിൽ വളരുന്നുണ്ടല്ലോ. ഈ ക്രിസ്തുവിൽ വളരുന്നതിനൊരു മാനദണ്ഡമുണ്ട്. എല്ലാത്തിനും ഈ അധികാരം കൈമാറ്റത്തിന് അറിവ് മാത്രം പോരാ. സെമയോൻ എന്ന് വിളിച്ചിട്ട് പറയും, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർഗരാജ്യ താക്കോൽ നിനക്ക് തരുമെന്ന് പറയും. 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അതാണ് വിഷയം. അവിടെ ഈ സെമയോൻ മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ ആ വെളിപാട് വചനത്തിൽ അവൻ്റെ ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് കിട്ടുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു ഓഫറുണ്ട്. എന്താണ്? ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. അപ്പോൾ കൊടുത്തിട്ടില്ല, തരുമെന്നൊരു ഓഫർ കൊടുത്തിട്ടേ ഉള്ളൂ. അറിവിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കൈ കിട്ടും, കോൺക്രീറ്റായിട്ട്, ടാൻസിബിളായിട്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്കായിട്ട്, ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ദിവസം വേറെ പല കടമ്പകളും കടക്കണം. അതിലൊരു ഏറ്റവും വലിയ കടമ്പ എന്താണ്? ശിമയോൻ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ 21:15 അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ട, അതാണ് വിഷയം. മറ്റ് സ്വർഗരാജ്യത്തെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കണേ എപ്പോഴാണ്? ഈ അറിവ് നമ്മൾ സ്നേഹമായി ജീവിക്കുമ്പോഴാണ്. കർത്താവിന് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ രഹസ്യ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ രഹസ്യ കച്ചവടങ്ങൾ എന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് കേബിളെന്ന് പറഞ്ഞ പോലെ കർത്താവും പത്രോസും തമ്മിൽ അണ്ടർഗ്രൗണ്ട് കേബിളുണ്ട്. ഈ പുറമേ നടക്കുന്ന കക്ഷികൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും, നീ എൻ്റെ
കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ പറഞ്ഞു ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. കമാൻഡ് ചെയ്യണം. പണ്ട് സ്വർഗ്ഗരാജ്യത്ത് താക്കോൽ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അധികാരം കൊടുക്കണം സഭയുടെ പേര്. ഇപ്പോഴാണ് കൊടുക്കണത്. കാര്യം മറ്റേ അറിവൊക്കെ കുഴപ്പമില്ല, പക്ഷേ അറിവല്ല പ്രാധാന്യം. എന്താണ്? സ്നേഹമാണ് പ്രാധാന്യം. അറിവിന് ഒരു പകുതി 50%, ബാക്കി 50% ഇരിക്കുന്നത് സ്നേഹത്തിലാണ്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. വീണ്ടും പത്രോസിനോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവസാനം സഭയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള അധികാരങ്ങൾ ഏൽപ്പിക്കുക. പക്ഷെ ഇനി ഈ തുറുപ്പ്, പത്രോസിൻ്റെ ഒരു തുറുപ്പുണ്ട്. ആ തുറുപ്പ് കാണിക്കാൻ കർത്താവ് പറയും. അത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? ഈ കൂടെ നിൽക്കുന്ന അണ്ണന്മാർക്ക് വേണ്ടി. പണ്ട് തന്നെ ഇവർ പ്രശ്നക്കാരാണ്. പക്ഷെ ഇവർ താബോർമലയിൽ കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് പോയപ്പോൾ തന്നെ പിറുപിറുപ്പ് താഴെ അന്ത്രയോസ് ഉൾപ്പെടെ പിറുപിറുത്ത പാർട്ടിയാണ്. അങ്ങനെയാണ് ആ അപസ്മാര രോഗിയൊക്കെ വന്നിട്ട്, അത് നമുക്കൊരു ദിവസം കാണാം അതിനെക്കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോഴും ഈ ബാക്കിയുള്ളവർക്ക് എന്ത് കൊണ്ട് പത്രോസിനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് ചോദ്യമല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കും. മൂന്നാം പ്രാവശ്യം യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ തകർന്നുപോയി എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഷീനെ വത്തിക്കാൻ, എനിക്ക് ബിഷപ്പ് ഷീനല്ലേ, അമേരിക്കൻ ബിഷപ്പ്, ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധനെന്ന് ഞാൻ പരിചരിക്കുന്നത് ബിഷപ്പ് ഷീനെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര ഒരു മരിയനാണ്. ഭയങ്കര അദ്ദേഹത്തിൻ്റെ അന്ന് അരമണിക്കൂർ ടെലിവിഷൻ പ്രഭാഷണത്തിന് $25,000. കാത്തലിക് പിക്ചറിൽ വെച്ച് ഏറ്റവും ടോപ്പായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബിഷപ്പ് ഷീൻ്റെ ധന്യനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ വത്തിക്കാനിലെ കുറേ ഇടക്കെടുകളുണ്ടായിരുന്നു തന്നെ. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞ്, ഇത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ്, ആൻറ്റി അമേരിക്കൻ കാലാവസ്ഥയാണ്. ഇത് കറക്റ്റ് കഴിയുമ്പോൾ ഇത് മാറി, കാറ്റ് മാറി വീശും, നിങ്ങൾ നോക്കിക്കോന്ന് ഞാൻ പറയും. ബിഷപ്പ് ഷീനെ വീണ്ടും ബിഷപ്പിനെ ധന്യനായിട്ട് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറയും. അത് അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്. കാര്യം അത്രയും ഡെപ്ത് ക്വാളിറ്റി ആ ആത്മാവിനുണ്ട് ശരിക്കും. ഇന്നും പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് ഷീൻ്റെ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾ നോക്കി, എന്ത് സിമ്പിൾ ലാംഗ്വേജ് ആണെന്ന് അറിയാമോ, എന്ത് ഇട്ടിവെട്ട് അഭിഷേകമാണ് നോക്കണം ബിഷപ്പ് ഷീൻ. ഇപ്പം ബിഷപ്പ് ഷീൻ്റെ ജീവിതത്തിലൊരു അവസ്ഥ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നിയതാണ്, എൻ്റെ സ്വന്തം നിരീക്ഷണമാണ്. ബിഷപ്പ് ഷീൻ്റെ പുസ്തകത്തിലാണ് ഈ പത്രോസ് അകലെക്കൂടി കർത്താവിനെ അനുഗമിച്ചത് നെഗറ്റീവ് പോയിൻ്റായിട്ട് പറഞ്ഞത്. പത്രോസ് ഇപ്പം ഒരു തുറുപ്പ് കാണിച്ച് കണ്ടില്ലേ? എന്താണ് അകലെക്കൂടി അനുഗമിച്ചതൊന്നുമല്ല. ഒരു തരം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിനെ കൊണ്ടാവാൻ പോയേനെ, അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. ഡബിൾച്ചങ്ങനെ ശരിക്കും പറഞ്ഞ ഗലീലിയൻ മുക്കുവനല്ലേ, അവനാണ് വെട്ടിയത്. 200 പേരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒറ്റ വടിവാളം കൊണ്ട് കർത്താവ് ആ മൽക്കോസിന് ചെവി വെട്ടി. അവൻ്റെ ചെവിയല്ലേ വെട്ടി, എൻ്റെ പെടലിക്ക് വെട്ടിയതാണ്. കർത്താവ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെവിയായിപ്പോയതാണ്. അതാണ് പത്രോസിനെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ഇപ്പം വന്നിട്ട് അപ്പം കർത്താവ് എന്താ പറഞ്ഞത്? അപ്പം കർത്താവ് പറഞ്ഞത്,
പത്രോസെ വാളുറയിലിടാൻ പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ നിന്നെ അതല്ലല്ല പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. നീ പഠിക്കെ കൊണ്ടുവന്ന് കുട ഉടക്കുകയാണെന്ന് ചോദിച്ചു. ഇത്രയും അതല്ല, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ച് കുരിശും എടുത്തവരായല്ലേ പറഞ്ഞത്. അപ്പം നീ വാളും എടുത്താണ് ഈ അവസാനം വന്നിരിക്കുന്നത്, വാൾ ഉറയിലിടാൻ പറഞ്ഞു. പത്രോസിന് പറയണമെങ്കിൽ പറയാം, കർത്താവ് പിടിക്കപ്പെട്ടു, കർത്താവ് വെട്ടിയത് പത്രോസാണെന്നുള്ളത് അവിടുത്തെ 200 ശത്രുക്കൾക്കും അറിയാം. അവർ പത്രോസിനെ അച്ചാറാക്കി കളയും, വെട്ടുനുറുക്കി. പക്ഷേ എന്നിട്ടും കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ആ മനുഷ്യൻ ആയുധം ഉറയിലിട്ട് നിരായത്തിനായിട്ട് നിന്നു. കാര്യം എന്താണ്? ഗുരുവിൻ്റെ വാക്കിനായിരുന്നു വില. സ്വന്തം ജീവനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ ജീവൻ സമർപ്പിച്ചതാണ്. ഇതാണ് തുറുപ്പ്. ഈ തുറുപ്പ് അവൻ കാണിക്കും. എന്താ പറയണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്ന ചോദ്യങ്ങളില്ലേ, അതല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. ഇപ്പം ചോദിക്കണത് എന്താണ്? ഇപ്പോഴത്തെ ചോദ്യം, നീ എന്നെ ഇവരെക്കാൾ ഞാൻ സ്നേഹിക്കുന്നുവോ എന്ന് പറയുമ്പോൾ ആ പഴയ തുറുപ്പ്, കർത്താവെ നിനക്കെല്ലാം അറിയാം. ദൈവ പൈതലെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന, ക്രിസ്തുവിന് മാത്രം അറിയാവുന്ന ഒരു എല്ലാം ഉണ്ടാകണം. പത്രോസിനുണ്ടായിരുന്നു. അപ്പോഴാണ് കർത്താവ് പൂർണ്ണ ചുമതല ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. പൂർണ്ണ ശുശ്രൂഷ ഏൽപ്പിക്കാൻ കർത്താവിന് നിനക്ക് മാത്രം അറിയാവുന്ന അധികാരമാണ്. നമ്മളിങ്ങനെ ധ്യാനം തുടങ്ങിയത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. കാറ്റും കടലും പോലും ഇവൻ ആശ്രയിക്കുന്നു. ഇവൻ ആരാണെന്നുള്ള ധ്യാനം തുടങ്ങിയിട്ട് ഇവിടെ എത്തിക്കുകയാണ്. നീ ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന്. പത്രോസ് അതിന് പറയുന്ന മറുപടി എന്താണ്? അങ്ങേക്കെല്ലാം അറിയാവുന്നു. അറിവിൽ വെച്ചാണ് സമ്പൂർണ്ണമായ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ശുശ്രൂഷയാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ കർത്താവിനെക്കുറിച്ച് അറിയുകയും ആ അറിവിന് സ്നേഹത്തോടെ സ്വയം സമർപ്പിക്കുകയും ചെയ്യാൻ കർത്താവ് നമുക്ക് നൽകുന്ന വിളിയാണ്. എന്താണ്? അറിവ്, അനുഗ്രഹം, പിന്നെന്താണ്? അഭിഷേകം, പിന്നെന്താണ്? അധികാരം. ഇതൊരു വളർച്ചയാണ്, ക്രിസ്തുവിലുള്ള വളർച്ച. ഈ ധ്യാനത്തിലൂടെ ക്രിസ്തുവിൽ വളർന്നു വരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് സാൻഡ്ര സബീൻ, എൻ്റെ ഹസ്ബൻഡ് സബീൻ, ഇത് മക്കൾ ഫിയോണ, ആൻമേരി ആൻഡ് ഇമ്മാനുവൽ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. ഇവിടെ നാട്ടിൽ കോഴിക്കോട് താമരശ്ശേരി രൂപതയാണ്. ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം, ഞാനൊരു ബേസിക്കലി ഒരു നേഴ്സാണ്. അപ്പോൾ UK ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റാണ് എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കറിയാം എൻ്റെ ഒരു കഴിവ്, എബിലിറ്റിയൊക്കെ. അപ്പോൾ OET എത്ര തവണ ഈ പിള്ളേരെ വെച്ചുകൊണ്ട് എനിക്കൊത്തിരി ടൈം വേണ്ട ആളാണ് പഠിക്കാനൊക്കെ. അപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തായിരുന്നു. പക്ഷേ ആ ബുക്കുകൾ പോലും എനിക്ക് മുഴുവനായിട്ട് വായിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. മുഴുവനായിട്ട് പോയിട്ട് പകുതി പോലും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഒരു തവണ OET എഴുതി ഒരു മൊഡ്യൂൾ മാത്രം പാസ്സായി, ഒരു 2 മന്ത് കോഴ്സ് എടുത്തിട്ട്. അപ്പം ഞാൻ അന്ന് ആ OET സെൻറ്ററിൽ പോയപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇനി ഇവിടെ വരാൻ ഇടയാക്കരുതെന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അമ്മ അത് സാധിച്ചു തന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം മാറ്റിയിട്ട് തന്നെയാണ്. കാരണം UK പുതിയ റൂള് വന്നു. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് NMC പിൻ നമ്പർ കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മ അത് വേറെ രീതിയിൽ ഇടപെടുകയാണ് ചെയ്തത്. അപ്പം ടൈം ഷോർട്ടനിങ് തന്നെയാണ് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന. ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ടൈം ഷോർട്ടനിങ്. കാരണം ഒത്തിരി നാൾ OET എഴുതുവാണെങ്കിൽ എനിക്കറിയാം എത്ര തവണ എഴുതാണ്ട് വരുന്നത്. പക്ഷേ അമ്മ അത് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നു. രണ്ടാമത്തത് ഇൻ്റർവ്യൂ പാസ്സായതാണ് NHS ഹോസ്പിറ്റലിൽ. എൻ്റെ 3ാമത്തെ കുഞ്ഞ്, അവന് 4 മാസം ഉള്ളപ്പോഴാണ് 4.5 മാസം ഉള്ളപ്പോഴാണ് NHS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ജോബ് അപ്ലൈ ചെയ്തത്. അപ്പം ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. അപ്പം ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടാണ് പോയത്. പഠിക്കാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് എന്നെ പാസ്സാക്കുവാണെങ്കിൽ മാത്രം വിട്ടാൽ മതി. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്.
കാരണം ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് എന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുന്നത്. അപ്പം സ്ട്രഗിൾ ചെയ്യിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. കൊന്ത ചൊല്ലിക്കൊണ്ടാണ് യാത്ര തുടർന്നത്. 1 മണിക്കൂർ ജേണി ഉണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് ഞാനൊരു ലേഡീനെ കാണുവാണ്. അവർ നീല ഗൗണ് ഇട്ടിട്ട് പച്ച ബാഗ്, അതായത് നമ്മുടെ ഉടമ്പടി തിരിയുടെ കളറുകൾ നീലയും പച്ചയും, അത് എക്സാക്ട്ലി ഞാനത് നോക്കിക്കൊണ്ട് വണ്ടി പോകുന്നതനുസരിച്ച് ഞാനത് വാച്ച് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ സൈൻ തരുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. കാരണം കിട്ടിയിട്ട് പറയാം, അല്ല വിശ്വാസം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പം ഇൻ്റർവ്യൂ പാനലുണ്ടായിരുന്നത് ഒരു ഇംഗ്ലീഷ് ലേഡി ആൻഡ് ഒരു മലയാളി ലേഡി ആയിരുന്നു. അപ്പം അവർ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഞാൻ മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, കുറച്ചൊക്കെ ഗസ് അടിച്ചു, കുറച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ആ മലയാളി ലേഡി ആ ഇംഗ്ലീഷ് ലേഡിയോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കേട്ടു. കാരണം ഇത്ര ഗ്യാപ്പുണ്ട്, കുഞ്ഞുണ്ട്. അപ്പം ആ ഒരു റെക്കമെൻഡേഷൻ എനിക്ക് തോന്നുന്നു അത് നമുക്ക് മാനുഷികമായിട്ട് വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ വിചാരിക്കും നടന്നതാണ്. പക്ഷേ ഉടമ്പടിയിലായിരിക്കും എനിക്കറിയാം അത് മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് നടന്നതെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഒരു മെറിറ്റും ഇല്ലാതെ അമ്മയുടെ ഗ്രേസിൽ മാത്രമാണ് എനിക്കത് കിട്ടിയത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ ഫയൽ അവർ റിസപ്ഷനിൽ കൊടുക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു കുഞ്ഞിനെ ഓർത്തുകൊണ്ട് കേട്ടോ ഞാൻ പിന്നെ അത് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് എന്നോട് പറഞ്ഞു. അതുപോലെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് 3ാമത്തെ, അതായത് 2 പെൺപിള്ളേരാണ്. അപ്പം 3ാമത് ഞാൻ പ്രാർത്ഥിച്ച്, അതായത് ഇവർ 2 പേരും ഉണ്ടായപ്പോഴും അത് വലുതായിട്ടൊന്നും പ്രാർത്ഥനയില്ലായിരുന്നു. പക്ഷേ അവനായിരുന്നപ്പോൾ അവന് എന്താ പറയുക, കൺസീവ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരുങ്ങിക്കൊണ്ടാണ് 3ാമതൊരു കുഞ്ഞിനെ ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പം 3ാമത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ജെൻഡർ ഡിഫറൻസ് വേണമെന്ന്. അപ്പം ഞാനത് മാതാവിനോട് പറഞ്ഞായിരുന്നു, ഈശോയോടും പറഞ്ഞായിരുന്നു. അപ്പോൾ 5ാമത്തെ മാസം അവിടെ UK 5ാമത്തെ മാസത്തിൽ നമുക്ക് അറിയാൻ പറ്റും ജെൻഡർ ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പം ജെൻഡർ സ്കാനിങ്ങിന് തൊട്ട് മുമ്പ് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ധൂപങ്ങളും കാഴ്ചകളുമായിട്ട് വരുന്ന പുരുഷന്മാർ, ആ ഒരു വേർഡാണ് എന്നെ സ്പാർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ എനിക്ക് 3ാമത്തെ ഒരു ബേബി ബോയിനെയാണ് കിട്ടിയത്. അവനിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. 4ാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ യൂണിറ്റ്, അതായത് UK നമ്മുടെ പള്ളിയിൽ വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വാർഡുകളുടെ അടിസ്ഥാനത്തിൽ പ്രെയറും ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിലൊരു വാർഡിൽ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. ആദ്യം അപ്പോൾ അവനൊത്തിരി സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. പേഴ്സണൽ ഇഷ്യൂസാണ്, ഞാൻ പറയുന്നില്ല. അപ്പം അവനിങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക, ഒത്തിരി ഫലം കിട്ടും. അപ്പോൾ അവനോട് പറഞ്ഞു ചേച്ചി എൻ്റെ അമ്മച്ചിയും സിസ്റ്റേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്കതിലൊരു വിശ്വാസമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഒരു കരോളിൻ്റെ സമയത്ത് അവൻ വന്നപ്പോൾ അവനിങ്ങനെ പറഞ്ഞു ഒത്തിരി സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എടുക്കുക. അപ്പോൾ അവന് ലൈറ്റ് വയ്ക്കാണ്ട് പ്രെയർ ഇട്ടു. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം അവൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചേച്ചി ഞാൻ വീട്ടിലേക്ക് വരട്ടെ, എനിക്കൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫാമിലി പ്രെയർ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പോൾ ആ ഒരു ടെൻഷനിലും സ്ട്രെസ്സിലും ഒത്തിരി പണിയുണ്ടല്ലോ ചെയ്യാൻ, എന്നിട്ട് വേണമല്ലോ പ്രാർത്ഥന ചെല്ലാൻ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അവനോട് പറ എന്താ പറയുക എൻ്റെ ഫോണിൽ വിളിക്കുക, അപ്പോൾ ഞാൻ അതിനോട് ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പക്ഷേ അവനോട് വരാൻ പറഞ്ഞു. അവൻ വന്ന് വീട്ടിൽ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞ് എന്തോ ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നൊരു ടെൻഷൻ, എന്തോ ഒരു പരിഭ്രാന്തി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പാനിക് അറ്റാക്ക് എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. നേഴ്സാണെങ്കിൽ പോലും നമ്മളതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പാനിക് അറ്റാക്ക് സഡൻ, അതായത് പെട്ടെന്ന് ബ്രീത്ത് എടുക്കാനൊരു ബുദ്ധിമുട്ട്, റൂമിൽ എന്താ പറയുക ഒറ്റപ്പെട്ടു പോകുന്ന പോലെ. എനിക്കറിയില്ല അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന്. പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്വാസം എടുക്കാൻ പോലും ഭയങ്കര ഒരു ടെൻഷൻ. അപ്പം ഞാനത് പറഞ്ഞ് ഹസ്ബൻഡ് ആസ് യൂഷ്വൽ ഡ്യൂട്ടിക്ക് പോയി. അപ്പം എങ്ങനെയൊക്കെയോ രാത്രി ഓവർകം ചെയ്തു. ഞാൻ ഉറങ്ങിയില്ല, ഇന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം സൺഡേ ആണ്, അന്നും ഇതുപോലെ തന്നെ. അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ വീണ്ടും കാണിക്കുന്നത് കണ്ടിട്ട് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയില്ല, ഞാൻ വിട്ടില്ല എന്ന് വേണം പറയാൻ. അതിപ്പം അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം മൺഡേ ഞങ്ങൾക്ക് അവിടെ UK എന്ന് പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഉള്ള പോലെ നമുക്ക് നേരിട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. അപ്പം GPയുടെ അടുത്ത് ജനറൽ പ്രാക്ടീഷണർ ഡോക്ടറുടെ അടുത്ത് ചെന്നു. അപ്പം ഞാനിതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പാനിക് അറ്റാക്കാണ്. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് സ്ലീപ്പിംഗ് പില്ല് വേണം, കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 2-3 ദിവസമായപ്പോഴത്തേക്കും ആകെ ടയേർഡായി, കുഞ്ഞുണ്ട്, അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പില്ല് എനിക്ക് തരാൻ പറ്റത്തില്ല, നീ എന്തായാലും ഒന്നും കൂടെ നോക്ക്, എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് മാതാവ് പ്രാർത്ഥിച്ചെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കും മരുന്ന് തരാമായിരുന്നത്. പ്രാർത്ഥിച്ചു പോകുന്നു, തിരിച്ചു പോകുന്നു. ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഉറക്കമില്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് മൺഡേ ഡെയിലി ബ്രെഡ് കൂടാമെന്ന് വിചാരിച്ച് കൂടിയപ്പോൾ സാധാരണ അച്ഛൻ പറയുന്ന ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അച്ഛന് ഇൻവോൾവ് പേപ്പേഴ്സ് വർക്ക് എല്ലാം അച്ഛൻ പറയാറുണ്ടല്ലോ. ഡെയിലി ബ്രെഡിൽ എല്ലാം കവർ ചെയ്തിട്ടാണല്ലോ അച്ഛൻ്റെ പ്രെയർ വരുന്നത്. പക്ഷേ അന്നത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞത് ഉറക്കമില്ലാത്ത ആൾക്കാരെക്കുറിച്ച്, സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെക്കുറിച്ച്, എക്സാക്ട്ലി ഞാൻ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ തന്നെയാണെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഈശോ എന്നോട് സംസാരിക്കുകയാണ് അച്ഛനിലൂടെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിലൊരു കുരിശുണ്ട്, ആ കുരിശെടുത്ത് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് മാത്രം മുട്ടുകുത്തി 7 തവണ കൂടി. അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ 7 തവണ കൂടും, എനിക്കിത് സുഖമാക്കി തരണമെന്ന് കൂടി. പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല. ആ കടന്നുപോയത് എങ്ങനെയാണെന്ന് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുള്ള ആളൊന്നും അല്ല. പക്ഷേ പുള്ളി അന്ന് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടിത്തായാലും എടുത്ത് നെറ്റിയിൽ കുരിശ് വെച്ച് തന്നു. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കടന്നുപോയത്. 5ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എനിക്ക് NHS വർക്ക് കിട്ടി. ഞാനൊരു റെസ്പിറേറ്ററി വാർഡിലാണ് ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ അവിടെ റെസ്പിറേറ്ററി പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അറിയാം, സിക്കായിട്ടുള്ള പേഷ്യൻ്റാണ്, നല്ലതായിട്ട് കെയർ വേണ്ട പേഷ്യൻസാണ്. ഒരു ബേയിൽ 7-8 പേഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ഗ്യാപ്പൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ കയറുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ് ഗ്യാപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്ര 8 പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ. ഒരു തരത്തിലും എന്നെക്കൊണ്ട് അത് മാനേജബിൾ അല്ലായിരുന്നു. അപ്പം പ്രാർത്ഥിക്കുക തന്നെ. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുണ്ട്, അപ്പോൾ ചാപ്പലിൽ കൊണ്ട് ഞാൻ മാതാവിൻ്റെ രൂപം ഫ്രെയിമിലാക്കി വെച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി കാശുരൂപ വാർഡിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി എന്താ പറയുക ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടും എനിക്ക് ഒത്തിരി ഇറേഴ്സൊക്കെ വരുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമായിരുന്നു. പിന്നെ ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ഇതിലേക്ക് എനിക്ക് വരാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കൊത്തിരി എന്താ പറയുക സ്ട്രെസ്ഡായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് എന്താ പറയുക അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് സപ്പോർട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു സമയത്ത് എനിക്ക് ഇവൻ്റെ ഈ കമ്പൽ ഒത്തിരി പുഷ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വാർഡ് മാനേജറോട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അന്ന് എനിക്കന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ മടിയായിരുന്നു, കാരണം ഉടമ്പടിയിൽ ഇരിക്കുന്നതുകൊണ്ട്. പക്ഷേ എനിക്കിപ്പം തോന്നുന്നു അത് ദൈവമായിട്ട് തോന്നിപ്പിച്ചതാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഒരു വാർഡിലേക്ക് മാറ്റം എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നു. സാധാരണഗതിയിൽ ഒരു വാർഡിൽ വന്നിട്ട് നമ്മൾ അവിടെ കോമ്പറ്റൻ്റ് ആയി കഴിഞ്ഞ് എല്ലാ കോമ്പറ്റൻസിയും കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ട്രാൻസ്ഫർ വേറെ വാർഡിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇൻറ്റേർണൽ ട്രാൻസ്ഫറാണ്, കാരണം ഞാൻ അവിടെ കോമ്പറ്റൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇവിടെ വെക്കേഷൻ വന്നപ്പം അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛനോട് ഞാൻ കാരണം വെച്ചാൽ ഇങ്ങനെയാണ് കാര്യം. അച്ഛൻ ആ കുരിശെടുത്ത് തല വെച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചു ചെന്ന് എനിക്ക് ആ വാർഡിൽ വർക്ക് ചെയ്യേണ്ടി വന്നില്ല, എൻഡോസ്കോപ്പിയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്ന ശേഷം ആണേലും ഇംഗ്ലീഷുകാരും ഫിലിപ്പിനോസൊക്കെയാണ്, നമുക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല. പക്ഷേ ഒരു ലേഡി അവരുടെ പേര് മേരി എന്നാണ്, ഇംഗ്ലീഷ് ലേഡിയാണ്. അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. ഒരു കാരണം ഉണ്ടായിട്ടല്ല, പക്ഷേ അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അവരെനിക്ക് വേണ്ടി അസസ്മെൻറ്റ് ചെയ്തു, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ഒരു അസസ്മെൻറ്റ് നടത്തി, അത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ എനിക്കറിയായിരുന്നു മാതാവിൻ്റെ ഇടപെടലുണ്ടെന്ന്. അങ്ങനെ അവരെനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആ വാർഡിൽ പെർമനൻ്റായിട്ട് എന്നെ അവിടെ എടുത്തു. അവർക്ക് അവിടെ സ്റ്റാഫ് വേക്കൻസി ഇല്ലായിരുന്നു. അവർ ഫണ്ടിങ്ങിന് വേണ്ടി അപേക്ഷിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു. അപ്പം രാത്രിയിൽ ഞാൻ എണീറ്റ് 3 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയെ ഒന്ന് ഇടപെടണേ, ഈ സ്ട്രെസ്സിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം സ്വപ്നം കാണുന്നു. ജോസഫ് അച്ഛനെയും മാതാവിനെയാണ് സ്വപ്നം കണ്ടത്. ജോസഫ് അച്ഛൻ പറയുന്നു 35 ദിവസം മോളെ കാണിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ 35 നോക്കിയപ്പം എനിക്ക് വരുന്നത് ഒക്ടോബർ 10 വരുന്നത്, 35ാമത്തെ ദിവസം. പക്ഷേ കറക്റ്റ് ഒക്ടോബർ 3 ആയപ്പം എൻ്റെ ലൈഫിൽ ആ തീരുമാനമാവുന്നു, എനിക്ക് വേണ്ടിയിട്ട് അവിടെ അവർ വേക്കൻസി ആക്കുന്നു. എനിക്കങ്ങനെ ഫണ്ടിങ് ഇഷ്യൂ ആകുന്നു. ഫണ്ടിങ് ഇഷ്യൂ ആവുന്ന ദിവസവും ഞാൻ ഇതുപോലെ ജോസഫ് അച്ഛനെയും മാതാവിനെയും സ്വപ്നം കണ്ടു. അപ്പോൾ അത് മാതാവിൻ്റെ കറക്റ്റ് ഇടപെടലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മാതാവ് അത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ലേഡി മേരി എന്ന്, അപ്പോൾ അവർക്ക് എനിക്ക് അപ്പോൾ അറിയാം ഞാനത് ഈശോനെക്കുറിച്ച് പറയണം, കാരണം അതല്ല ഫുള്ള് ക്രെഡിറ്റ് അവർക്കായി പോകും. അപ്പോൾ അവരെ ഒരു ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവ ഇടപെട്ട
തൊട്ടതുപോലെ അവരോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്രിസ്മസിൻ്റെ തലേദിവസം ഞാൻ തലേ ആഴ്ച വരുന്ന ഡ്യൂട്ടിയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതുപോലെ ജീസസ് ക്രൈസ്റ്റിനെയും മദർ മേരീനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. നീ വിശ്വസിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ബൈബിളിൽ പറയുന്നുണ്ട് നമ്മൾ ജീസസിൻ്റെ കമാൻഡ്മെൻറ്റുകൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ദൂതനെ അയക്കും. ദ ഗോഡ് വിൽ സെൻഡ് ഹിസ് ഏഞ്ചൽ ഫോർ ദ പീപ്പിൾ ഹു ഫോളോ ഹിസ് കമാൻഡ്മെൻറ്റ്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് എന്താ പറയുക, അവർക്ക് വലിയ വിശ്വാസമുള്ള കൂട്ടരൊന്നും അല്ല. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ ഏഞ്ചലാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ദൂതന്മാരെ അയക്കുന്നു. നമ്മൾ ഉടമ്പടി ഫോളോ ചെയ്ത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നടക്കുവാണെങ്കിൽ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ബ്ലെസ്സിങ് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഇടപെടലുകൾ, ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലും സഹനം അതിൻ്റെ പുറകെ തന്നെയുണ്ട്. കാരണം സഹനം ഇല്ലാതെ ഈശോൻ്റെ അടുത്ത് ഒരിക്കലും എത്താൻ പറ്റത്തില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റു സഹനം തേടിയെത്തും. പക്ഷേ സഹനം എന്ന് പറയുമ്പോൾ ഈശോ ഒരിക്കലും കൈവിടത്തില്ല, എപ്പോഴും കൈ പിടിച്ചിട്ടുണ്ടാവും, മുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല. ഈശോയുടെ കൈ എപ്പോഴും നമ്മുടെ ദേഹത്തുണ്ടാവും. അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഹസ്ബൻഡിന് കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു പെയിൻ വന്നു, സ്റ്റൊമക്ക് പെയിൻ. അപ്പം അത് ഭയങ്കര പെയിനായിരുന്നു, സ്റ്റോണായിരുന്നു, കിഡ്നി സ്റ്റോണായിരുന്നു. അപ്പം അത് കിഡ്നിയുടെ ഒരു ജംഗ്ഷനിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം യൂറിൻ കൂടെ പാസ്സായി പോകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം യൂറിൻ ഒത്തിരി ഫ്ലോ ചെയ്യാനുള്ളൊരു മെഡിസിൻ കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പുതുക്കിയായിരുന്നു. അന്ന് തന്നെയാണ് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. അപ്പോൾ അടുത്തൊരു സ്കാനിങ്ങിൽ ചെന്നപ്പോൾ ആ കല്ല് പോയതായിട്ട് കണ്ടു. ഇത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ ഒത്തിരി പ്രൊട്ടക്ഷൻ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ബ്ലെസ്സിങ് മാത്രമല്ല, ഒത്തിരി പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊട്ടക്ഷനിൽ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും പനി വരുമ്പോൾ മാതാവിൻ്റെ തേനും ഉപ്പൊക്കെയാണ് കൊടുക്കുന്നത്. ഫിയോണയ്ക്ക് ഒരു തവണ പനി വന്നപ്പോൾ മാതാവിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അവൾ ചിത്രം വരച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഒക്കെ ആ പനി പോയതായിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഹസ്ബൻഡ് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മാലയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ലേഡി ക്രോസ് ചെയ്യാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ ഇരുട്ടായിരുന്നു, കാണാൻ പറ്റിയില്ല, ഭാഗ്യത്തിൽ ഇടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം മാതാവിൻ്റെ സംരക്ഷണമാണ് എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതുപോലെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നേ ഉള്ളൂ. കാരണം ഈശോനെ മഹത്വപ്പെടുത്താനാണല്ലോ. മറ്റുള്ളവർക്ക് എന്താ പറയുക, വിശ്വാസമുള്ളവരുടെ വിശ്വാസം കൂട്ടുവാനും വിശ്വാസം ഇല്ലാത്തവരെ വിശ്വാസത്തിലേക്ക് എടുക്കുവാനാണല്ലോ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെയാണ് ഉടമ്പടി കടന്നു പോകുന്നത്. ഇന്ന് ഞാൻ 3ാമത് പുതുക്കിയിരിക്കുകയാണ്. ഈശോയും അമ്മയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അവിടെ ഓൺലൈനിൽ ഫേസ്ബുക്കൊക്കെ കാണുമ്പം ജെന്യുവിനായിട്ട് തോന്നുന്ന കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന പേഷ്യൻസിന് ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് അല്ലെങ്കിൽ സ്റ്റാഫിനെ ഒന്ന് സഹായിച്ച് അങ്ങനെയൊക്കെയാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ടല്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ നമുക്ക് സഹനം എടുത്താണെങ്കിൽ ചിലപ്പോൾ മടുത്തിരിക്കുമായിരിക്കും, ടയേർഡായിരിക്കും, എന്നേ പോലും സഹായിക്കാൻ പോവാറുണ്ട്. അതൊക്കെയാണ് കാരുണ്യപ്രവൃത്തി. പ്രേക്ഷിത പ്രവർത്തനം. പത്രം നാട്ടിൽ വരുമ്പം പത്രം വാങ്ങിച്ച് ഇംഗ്ലീഷിൽ അവിടെ ചർച്ചിൽ പോയിട്ട് ഇംഗ്ലീഷുകാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം പള്ളിയിൽ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അവിടെ എന്നും വിശുദ്ധ കുർബാനയുണ്ട്, മലയാളത്തിൽ തന്നെ വിശുദ്ധ കുർബാനയുണ്ട്. അപ്പം പറ്റുന്ന ദിവസമൊക്കെ പള്ളിയിൽ പോകാറുണ്ട്. മാസത്തിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കാറുണ്ട്. ബൈബിള് അരമണിക്കൂർ ചില ദിവസം പറ്റത്തില്ല, പക്ഷെ വായിക്കാറുണ്ട്. പ്രാർത്ഥന, ജപമാല അങ്ങനെയൊക്കെ നടക്കുന്നു. പരിശുദ്ധി അമ്മയും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 41-ാം അധ്യായം 13-ാം വചനമാണ്. നമ്മെ കൈപിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ. ഭയപ്പെടാതിരിക്കാൻ. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആശങ്കയും രോഗവും ഭയവും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെയായിട്ട് ബന്ധങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ ഇവയെല്ലാം നേരിടുമ്പോൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്ന അനുഭവങ്ങളുണ്ടാവാം. പക്ഷെങ്കിൽ ഉടമ്പടി എടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. ജോലി നഷ്ടപ്പെട്ടായാലും, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ബുദ്ധിമുട്ടായാലും ദൈവമുണ്ട് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കാൻ.
രോഗാവസ്ഥയിൽ നമ്മെ കൈവിടാത്ത ദൈവം, ആരും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ദൈവം അടുത്താണ് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. ഉടമ്പടിയിൽ ദൈവത്തോടൊപ്പമുള്ള ഒരു ബന്ധമാണ് നാം ഉറപ്പിക്കുന്നത്. നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന ദൈവം ആ കൈ വിട്ടുപോകാതെ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. വിട്ടുപോകാത്ത ദൈവത്തിൻ്റെയും കൈപിടിച്ച് താങ്ങി നിർത്തുന്ന സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് സാന്ദ്ര സബിൻ നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ശേഷം നിയമം പോലും മാറ്റിയാണ് NMC പിൻകോഡ് പിന്നും ഈ മകൾക്ക് കിട്ടിയത്. പിന്നീടുണ്ടായിരുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ പോയപ്പോഴും ഇൻ്റർവ്യൂ പാനൽ മാതാവിൻ്റെ ഇടപെടൽ, മാതാവിൻ്റെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലായത്. അതായത് ബ്ലൂവും ഗ്രീനും ഉള്ള ഒരു ഒരു ഗാർമെൻ്റ് ഇട്ട ഒരു സ്ത്രീയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ സാന്നിധ്യം ഈ മകൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഒത്തിരി റെക്കമെൻഡ് ചെയ്തു ഈ മകൾക്ക് വേണ്ടിയിട്ട്. കാരണം മെറിറ്റ് വൈസിൽ 6 വർഷത്തെ ഗ്യാപ്പുണ്ട്, ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. എങ്കിലും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ അനുഭവിക്കുകയും മെറിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് മെറിറ്റ് നൽകി ഈ മകൾക്ക് നല്ലൊരു രജിസ്റ്റേർഡ് നഴ്സ് ജോബ് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. മകൾക്കുള്ള നമുക്ക് ഏത് ആവശ്യത്തിലും മെറിറ്റില്ലെങ്കിലും ഈശോയുടെയും അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും സാധിച്ചു നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് പലപ്പോഴും നാം പറയുന്നത് ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മുടെ വലതു കൈ പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമാണ് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ മകളൊന്ന് പ്രാർത്ഥിച്ചത് ഒരു മകന് വേണ്ടിയിട്ട്, ഒരു ബേബി ബോയ്. അതും ഈശോയും അമ്മയും ഈ മകളോട് ചേർന്ന് നിന്ന് ഓരോ പ്രാവശ്യവും ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴെല്ലാം ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ വചനം തുറന്ന് വായിച്ചപ്പോഴും അങ്ങനെയുള്ളൊരു വചനമാണ് ഈ മകൾക്കൊരു ഉറപ്പ് നൽകിയത്. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അമ്മയുടെ സാന്നിധ്യവും ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വചനത്തിലൂടെ ഈ മകൾക്ക് ഒരു സാന്ത്വനവുമാണ് ലഭിച്ചത്. പിന്നീട് ജോലിയിലുണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. അവിടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ പ്രൊഫിഷ്യൻസിയും എഫിഷ്യൻസിയും ഒക്കെ നോക്കുന്ന ഒരു ലോകമാണ്. അവിടെ വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുള്ള ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഈ മകൾക്ക് ജോലി ചെയ്യാനായിട്ട് അത് ഗ്യാപ്പിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ജോലിയിലുള്ള ആ എക്സ്പീരിയൻസ് ഡിഫറൻസ്, അങ്ങനെ ആ ജോലിയിലുള്ള ആ ബുദ്ധിമുട്ടിയ സമയത്തും അച്ഛൻ്റെ ഒരു സ്വപ്നത്തിലുള്ള അച്ഛൻ്റെ ഒരു സാന്നിധ്യമാണ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു സാന്നിധ്യമാണ്, പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് ഈ മകൾക്ക് വീണ്ടും ഒരു പ്രചോദനം നൽകിയത്. പിന്നെയും ഈ മകൾ പറഞ്ഞത് മേരി എന്നൊരു സ്ത്രീയാണ്. അവിടെ ഒരു അസസ്മെൻറ്റ് ചോദിച്ചപ്പോൾ ജോബ് അസസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പോയപ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തെല്ലാം ജോബ് അസസ്മെൻ്റ് ഉണ്ട്. അങ്ങനെ അസസ്മെൻറ്റ് ചെയ്തപ്പോഴും മേരി എന്നുള്ളൊരു സ്ത്രീയുടെ ഒരു ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ വലിയൊരു സപ്പോർട്ടായിരുന്നു, നല്ലൊരു റെക്കമെൻഡാണ് ചെയ്തത്. ഇതും പരിശുദ്ധമ്മയുടെ ഒരു ഇടപെടലാണ്. പല രീതിയിൽ പല വ്യക്തികളിൽ കൂടെ പല സാഹചര്യങ്ങളിൽ കൂടിയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവിടെയും ഈ ജോബ് ഡിഫിക്കൽട്ടായിരുന്ന സമയത്തും അമ്മ അവിടെ ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം അസസ്മെൻറ്റ് ചെയ്തപ്പോഴും എല്ലാം ഭംഗിയായിട്ട് തന്നെ എല്ലാ രീതിയിലും നല്ല പോസിറ്റീവ് റിപ്പോർട്ട് നൽകി ഈ മോളെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ജോബ് പിന്നെ ഉണ്ടായിരുന്ന ഫണ്ടിങ് മെയിലായിരുന്നു, അതും അതുപോലെ തന്നെയാണ്. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യം, ഈ മകനുണ്ടായിരുന്ന കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾ പറഞ്ഞിരുന്നത് പല സ്ഥലങ്ങളിലും പല വ്യക്തികളെ കാണാൻ പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയിരുന്നു. ഇവിടെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മകന് രോഗസൗഖ്യം ലഭിച്ചത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭയങ്ങളിലും ദുഃഖങ്ങളിലും ദൈവം നമ്മെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്നും സാന്ദ്ര സബീനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.